ഈ മേലെ കാണുന്നത് കേണൽ സോഫിയ ഖുറേഷിയാണ്. ഇപ്പം മദ്രസയിൽ ഇന്ത്യൻ ആർമിയിൽ ചേരരുതെന്ന് പഠിപ്പിക്കുന്ന, കള്ളം പറയുന്ന ആരിഫിനെ പോലെയുള്ള, രവിചന്ദ്രനെ പോലെയുള്ള സംഘികൾക്കുള്ള ഇന്ത്യൻ ആർമിയുടെ മറുപടിയാണ് ഈ സ്ത്രീ. ഇനി ഇന്ത്യൻ ആർമിയിൽ ചേരരുതെന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആരിഫും രവിചന്ദ്രനും സംഘികളും അവരുടെ വിവരങ്ങൾ പുറത്തുവിടേണ്ടതാണ്. അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ആരിഫിനെയും രവിചന്ദ്രനെയും അങ്ങനെ പറയുന്ന മറ്റുള്ളവരെയും തൂക്കിയെടുത്തിട്ട് അകത്തിടേണ്ടതാണ്. ഭീകരവാദികളെ സംരക്ഷിക്കുന്നവർക്ക്, രാജ്യദ്രോഹികളെ സംരക്ഷിക്കുന്നവർക്ക് പുറത്തിറങ്ങി നടക്കാൻ അനുവാദം കൊടുക്കരുത്. ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചു. ജനൻ ടി വി അടക്കമുള്ള രാജ്യദ്രോഹികൾ പാകിസ്ഥാന്റെ ആഗ്രഹങ്ങൾക്ക് എണ്ണയൊഴിച്ചു, തീ കത്തിച്ചു. ഇന്ത്യക്കാർ തമ്മിൽ പകയും വെറുപ്പും വെച്ചു പുലർത്തി തമ്മിൽ തല്ലി നശിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. ആ പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന ഇന്ത്യക്കാർ തമ്മിൽ അകറ്റുന്ന, ഇന്ത്യക്കാർ തമ്മിൽ വെറുപ്പ് പടർത്തുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്, ഇന്ത്യൻ ആർമിയുടെ സന്ദേശമാണ് ഈ സ്ത്രീ. പോലീസും ഇന്ത്യൻ ആർമിയുടെ പാത സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ തമ്മിൽ വിഘടിപ്പിക്കുന്ന ആൾക്കാരെ തൂക്കിയെടുത്ത് ജയിലിനകത്ത് ഇടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് സംഗതി സീരിയസ് ആണ്. കാഫിറുകളുടെ സൈന്യത്തിൽ ചേരരുതെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ മതപുരോഹിതന്മാർ, അവർ 25 വയസ്സുവരെയൊക്കെ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്നവരാണ്. അവർ പിന്നെ എന്തുകൊണ്ട് ആർമിയിൽ പോകുന്നില്ല എന്ന് ചോദിക്കുന്നു കുറേ മണ്ടന്മാർ. അങ്ങനെയാണെങ്കിൽ സെമിനാരിയിൽ പഠിക്കുന്ന അച്ഛന്മാർ എന്തുകൊണ്ടാണ് ആർമിയിൽ പോകാത്തത്? എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾ ആർമിയിൽ പോകാത്തത്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല എന്തൊക്കെ പഠിക്കണമെന്ന്. കന്യാസ്ത്രീ ആവാൻ പോകുന്നവന് കന്യാസ്ത്രീ ആകുന്നു, അച്ഛനാവാൻ പോകുന്നവന് അച്ഛനാകുന്നു, പുരോഹിതനാകാൻ പോകുന്നവന് പുരോഹിതനാകുന്നു, പട്ടാളക്കാരനാവാൻ പോകുന്നവൻ പട്ടാളക്കാരനാകുന്നു. മനസ്സിൽ വെറുപ്പ് മൂത്ത് 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 പേപ്പട്ടിയെ പോലെ ഭ്രാന്തായി നടക്കുന്ന ആളുകൾ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ കടിയേൽക്കുമ്പോൾ ചാനലുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇന്ത്യയെ കത്തിച്ചാമ്പലാക്കാൻ സാധ്യതയുള്ള കളവുകളാണോ സത്യങ്ങളാണോ എന്ന് ഞാൻ ഉറപ്പിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അത് ഭീകരമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പഠിപ്പിക്കുന്നവരെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണം. അപ്പോൾ ശരി.